അങ്ങനെ ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ ഞാൻ വെച്ച് നിങ്ങളത് പറയുന്നത് ഞാൻ പറഞ്ഞോളാം. നമ്മുടെ മൂന്നാർ പോലുള്ള ശ്രീലങ്കയിലെ ഒരു ഹിൽ സ്റ്റേഷനിലൂടെ തണുത്തു വിറച്ചൊരു ട്രെയിൻ യാത്രയാണ് ഇത്തവണ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വളഞ്ഞുപളഞ്ഞ റെയിൽ പാളങ്ങളിലൂടെ വലിയ കയറ്റങ്ങൾ താണ്ടി പച്ചപ്പ് നിറഞ്ഞ കുന്നുകൾക്കിടയിലൂടെയുള്ള ഈ ട്രെയിൻ യാത്ര അതിമനോഹരമാണ്. നമസ്കാരം. ശ്രീലങ്കയിലെ ഒരു ട്രെയിൻ യാത്ര എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഞാനിപ്പോൾ നുവാര ഏലിയ എന്നൊരു ഹിൽ സ്റ്റേഷനിലാണ് ഉള്ളത്. ഇവിടെ നിന്നും എള്ള് എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ട്രെയിൻ യാത്ര പോകുന്നത്. 3 മണിക്കൂറാണ് യാത്രയുടെ ഡ്യൂറേഷൻ. ഇത് ഒരു ഹിൽ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പും മഞ്ഞും ഒക്കെയാണ് ഇവിടെ. എൽ എന്നാണ് ആ സ്ഥലം എഴുതുന്നതെങ്കിലും ഇവിടുത്തുകാരത് പ്രൊണൗൺസ് ചെയ്യുന്നത് എള്ള് എന്നാണ്. ഇള്ളായും അല്ല ഇല്ലായും അല്ല, അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു സാധനം എള്ള്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ട്രെയിൻ ഇപ്പോൾ വരും. ട്രെയിൻ അല്പം ലേറ്റ് ആണ്. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ. വെൽക്കം ടു ദ വീഡിയോ. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ഇവിടെ കാർത്തികൻ ലിൻഡയുണ്ട്. രണ്ട് പ്ലാറ്റ്ഫോമുകൾ മാത്രമുള്ള വളരെ ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണിത്. മറ്റ് രാജ്യങ്ങളിൽ റെയിൽ ഗതാഗതത്തിനുള്ള വികസനമൊന്നും ഇവിടെ എത്തിയിട്ടില്ല. ഇപ്പോഴും റെയിൽ പാളങ്ങൾക്കിടയിൽ മരം കൊണ്ടുണ്ടാക്കിയ സ്ലീപ്പറുകളാണ് ഉപയോഗിക്കുന്നത്. പണ്ടുകാലത്ത് നമ്മുടെ നാട്ടിലും മരം കൊണ്ടുണ്ടാക്കിയ ഇത്തരം സ്ലീപ്പറുകളാണ് ഉപയോഗിച്ചിരുന്നത്. ഈ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഒരു ഹിൽ സ്റ്റേഷനിലായതിനാൽ തന്നെ തൊട്ടടുത്തായി പച്ച വിരിച്ച കുന്നുകളും അതിൽ മഞ്ഞു മൂടുന്നതുമൊക്കെ ഇവിടെ നിന്നാൽ കാണാം. അപ്പുറത്തെ സൈഡിൽ നിന്നും പ്ലാറ്റ്ഫോമിലേക്ക് കയറാനുള്ള ഓവർബ്രിഡ്ജാണ് ആ കാണുന്നത്. ആ ഓവർബ്രിഡ്ജിന്റെ നിർമ്മാണത്തിലും അല്പം പഴക്കം നമുക്ക് ഫീൽ ചെയ്യും. എന്തായാലും നല്ല വൃത്തിയുള്ള, കാണാൻ ഒരു ഭംഗി തോന്നിക്കുന്ന സ്റ്റേഷനാണിത്. ഞങ്ങളിപ്പോൾ ആദ്യം വന്ന അവിടെ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലുള്ളൊരു ചെറിയൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ വാങ്ങുവാണ്. തണുത്തിട്ട് ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഇവിടുന്ന് ബ്ലാക്ക് ടീയും കുറച്ച് സ്നാക്കും ഒക്കെ വാങ്ങിയിട്ട് ട്രെയിനിൽ കയറാമെന്ന് വിചാരിക്കുന്നു. ത്രികോണന്നിരിക്കുന്ന ഒരു സമൂസ വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ സമൂസ പോലൊന്നുമല്ല, ഇത് കുറച്ച് നമ്മൾ എന്താ പറയുക, നമ്മുടെ മീറ്റ് റോൾസ് ഒക്കെ ഇല്ലേ, അതിൻ്റെ പോലത്തെ ഒരു കോട്ടിംഗ് ആണ് ഇതിന് കൊടുത്തേക്കുന്നത്. എൻ്റെ ഉള്ളിൽ എന്താന്ന് നോക്കാം. മീറ്റ് റോളില് മുട്ട വെച്ചത്. അപ്പോൾ നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട്. നമ്മൾ ഇതുവരെ കണ്ടു പരിചയിച്ചിട്ടില്ലാത്ത ലുക്കാണ് ട്രെയിനിന്, പ്രത്യേകിച്ച് അതിൻ്റെ നിറം. ഞങ്ങൾ സീറ്റ് റിസർവേഷൻ ചെയ്തിട്ടില്ല, ജനറൽ ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തിരി പാടുപെട്ടാണ് ട്രെയിനിൽ കയറിയത്. ട്രെയിനിൽ അത്യാവശ്യം തിരക്കുണ്ട്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഞങ്ങൾക്ക് റിസർവേഷൻ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ അല്പം ഇടി കൂടിയിട്ടാണ് കയറി സീറ്റ് പിടിച്ചത്. അങ്ങനെ ട്രെയിൻ പൂക്കളൊക്കെ നിറഞ്ഞ പ്ലാറ്റ്ഫോമിന് അരികിലൂടെ യാത്ര തുടങ്ങി അല്പദൂരം ചെന്നപ്പോഴേക്കും തേയിലത്തോട്ടങ്ങളുടെ ഭംഗിയുള്ള കാഴ്ചകൾ കണ്ടു തുടങ്ങി. തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ മഞ്ഞ് തുളച്ച് ട്രെയിൻ ഒരു താളത്തിൽ അങ്ങനെ പോകുന്നത് കാണാൻ പ്രത്യേക രസമാണ്. ട്രെയിനുള്ളിലേക്ക് നല്ല തണുത്ത കാറ്റടിച്ചു കയറുന്നുണ്ട്. നല്ല അടിപൊളി യാത്ര. അതെ, കുലുങ്ങി അല്പം ചെറിയ കുലുക്കം ഉണ്ടല്ലേ? അതെ, കുലുക്കമുണ്ട്. ഇത് ഈ ഹില്ലി ഏരിയ ആയതുകൊണ്ട് തോന്നുന്നു അല്പം കുലുക്കം ഉണ്ടല്ലോ. ചായ എന്ന ഡയലോഗ് കേട്ടില്ലല്ലോ എന്ന് ഓർത്തതേ ഉള്ളൂ. ഇതാ വരുന്നു ഒരു ചായക്കാരൻ. ട്രെയിനിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ചായക്കാരന് പുറകെ ഞാനും ട്രെയിനിനുള്ളിലൂടെ നടന്നു. ഞങ്ങൾ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിലായിരുന്നല്ലോ കയറിയത്. അതുകൊണ്ട് മറ്റ് കമ്പാർട്ട്മെൻറ്റുകൾ എങ്ങനെയുണ്ടെന്ന് ഒന്ന് കാണണം. ഇത് സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റാണ്. സീറ്റുകളിൽ അല്പം വ്യത്യാസമുണ്ട്. ഇൻഡിവിജ്വൽ ഡബിൾ സീറ്റുകളാണ്. ട്രെയിനിനകത്തെ ഒരു പാൻട്രിയാണിത്. സ്നാക്സും ഡ്രിങ്ക്സും ഒക്കെ കിട്ടുന്ന ഇതുപോലുള്ള വേറെയും ചെറു പാൻട്രികൾ ഈ ട്രെയിനിനകത്തുണ്ട്. ട്രെയിനിൻ്റെ ഉൾവശമൊക്കെ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. ഉള്ളിൽ നൽകിയിരിക്കുന്ന നിറങ്ങളും മറ്റു ക്രമീകരണങ്ങളുമൊക്കെ കൊള്ളാം. മൊത്തത്തിൽ നല്ല വൃത്തി ഉൾവശത്ത് നമുക്ക് ഫീൽ ചെയ്യും. ട്രെയിൻ മറ്റൊരു സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നു. മഴ തിമിർത്ത് പെയ്യുന്നുണ്ട്, ഒപ്പം നല്ല മഞ്ഞും. ചെറിയ ഗ്രാമങ്ങൾക്കരികിലൂടെയൊക്കെയാണ് ട്രെയിൻ പോകുന്നത്. 2 എഞ്ചിൻ ഉപയോഗിച്ചാണ് ഈ ട്രെയിൻ ഓടുന്നത്. കൃഷിയിടങ്ങളാണ് ഈ കാണുന്നതൊക്കെ.
ഹിൽ ഏരിയ ആയതുകൊണ്ട് ക്യാരറ്റോ കിഴങ്ങുവർഗ്ഗങ്ങളോ ഒക്കെ ആയിരിക്കും ഇവിടെ കൃഷി ചെയ്യുന്നത്. കൃഷിയിടങ്ങളോട് ചേർന്ന് തന്നെ ചെറിയ വീടുകളുമുണ്ട്. ടണലുകളും വിജനമായ കുന്നിൻ പ്രദേശങ്ങളും പിന്നിട്ട് ട്രെയിൻ എള്ള് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ ട്രെയിനിൽ കയറിയിട്ട് ഏകദേശം 2 മണിക്കൂറോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് 1 മണിക്കൂറോടെയാണ് യാത്രയുള്ളത്. ട്രെയിൻ ഇടയ്ക്കൊരു സ്റ്റേഷനിൽ വന്നിട്ട് നിർത്തിയിരിക്കുക. പച്ചക്കൊടി കാണിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ യാത്ര ചെയ്യും. കാഴ്ചകൾ ആസ്വദിച്ച് വീണ്ടും യാത്ര തുടരുകയാണ്. ട്രെയിനിൽ അങ്ങനെ പോകുമ്പോൾ ചെറിയ ടൗൺഷിപ്പുകളും റെയിൽവേ ക്രോസുകളുമൊക്കെ കാണാം. ഞങ്ങൾ ട്രെയിനിൽ വെച്ച് ചില ശ്രീലങ്കൻ സുഹൃത്തുക്കളെയൊക്കെ പരിചയപ്പെട്ടിരുന്നു. അവരിൽ ഒരാളാണിത്. അങ്ങനെ ബണ്ടാടവെല്ല എന്നൊരു സ്റ്റേഷനിലെത്തി. ഇനി ഞങ്ങൾക്ക് 2-3 സ്റ്റേഷൻ കൂടെ ഉള്ളൂ. ഞങ്ങൾക്കിറങ്ങേണ്ട സ്റ്റേഷനെത്താൻ ഇനി അധിക ദൂരമില്ല. വീണ്ടും മറ്റൊരു ചെറിയ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തി. ഇവിടെ പ്ലാറ്റ്ഫോമിനോട് ചേർന്ന് തന്നെ പയർ കൃഷി കാണാം. ഈ സ്റ്റേഷനോട് ചേർന്ന് ഒരു ഗ്രാമമാണ്. അവിടുത്തെ ആളുകളുടെ കൃഷിയായിരിക്കണം ഇതെല്ലാം. ഏകദേശം എള്ള് സ്റ്റേഷൻ അടുത്തു തുടങ്ങിയിരിക്കുന്നു. ട്രെയിനിൽ നിന്നും നോക്കുമ്പോൾ അങ്ങിങ്ങായി സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുള്ള ഹോം സ്റ്റേകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ 3 മണിക്കൂർ നേരത്തെ രസകരമായ ട്രെയിൻ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ ഇറങ്ങുകയാണ്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തി. ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ ഒരു സ്പെഷ്യൽ കാഴ്ച കാണാൻ പോകുന്നുണ്ട്. 9 ആർച്ച് ബ്രിഡ്ജസ് ഇവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കാഴ്ചയാണ്. അതുകൂടി നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ബൈ, താങ്ക് യു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ ഒന്നുകൂടെ അങ്ങനെ ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ ഞാൻ വെച്ച് നിങ്ങളത് പറയുന്നത് ഞാൻ പറഞ്ഞോളാം. അപ്പൊ ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ എള്ള് സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും നമ്മുടെ ഗൈഡ് ഇവിടെ കാർ ഓടിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. പറന്നു വന്നു. ഇനി കാറ് കയറി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. പക്ഷെ ഇവിടെ ഉണ്ടല്ലോ വേറെ കാര്യം ശ്രദ്ധിച്ചു, ഭയങ്കര ക്ലീൻ ആണ്. എല്ലായിടത്തും നല്ല അടിച്ച് തുടച്ച് വൃത്തിയാക്കി. റോഡ് സൈഡൊക്കെ പുരുഷന്മാരാണ് കൂടുതലും ചെയ്യുന്നത് കേട്ടോ. ഞങ്ങളെ അത് ഭയങ്കര സംശയമായിട്ട് ഞങ്ങൾ മിനിഞ്ഞാന്ന് താമസിച്ചത് ഒരു ചെറിയൊരു ലൈക്ക് ഹോം സ്റ്റേ കൈൻഡ് ഓഫ് സെറ്റപ്പ് ആയിരുന്നു. അപ്പൊ 2-3 ചെറുക്കന്മാരത് നടത്തുന്നത്. അവിടുത്തെ മിറ്റം എന്ന് പറഞ്ഞാല് ഒരു കരിയില പോലും ഇല്ലാണ്ട് ക്ലീൻ ചെയ്തിട്ടിരിക്കുക. അപ്പൊ ഞാൻ ഇയാനോട് ചോദിച്ചു, ഇതൊക്കെ ആരെയും വൃത്തിയാക്കി ഇടുന്നത്? അപ്പം ബോയ്സ് ഹിയർ. അതെ അതെ, അവ അത്ര കൂളായിട്ട് ലൈക്ക് എന്ത് ജോബും ആര് ചെയ്താലും അത് വൃത്തിയായി ഇടുക എന്നുള്ളതാണ് ഇവരുടെ. ശ്രീലങ്കൻ പുരുഷന്മാരാണ് ശരിക്കും പറഞ്ഞ ശ്രീലങ്കയെ മുന്നോട്ട് കൊണ്ടുവന്നത് തന്നെയല്ലേ. രാവിലെ തന്നെ ഞങ്ങൾ 9 ആർച്ച് ബ്രിഡ്ജ് കാണാൻ ഇറങ്ങിയിരിക്കുകയാണ്. മെയിൻ റോഡിൽ നിന്ന് ഉള്ളിലേക്ക് മാറിയുള്ള ഒരു ചെറിയ നടവഴിയിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. ശ്രീലങ്കയിലെ പ്രശസ്തമായ 9 ആർച്ച് ബ്രിഡ്ജ് കാണുക എന്ന് മാത്രമല്ല, അതിലൂടെ ട്രെയിൻ പോകുന്നത് കാണാൻ കൂടിയാണ് ഈ നടത്തം. ഈ വഴികളും ചുറ്റുപാടുമൊക്കെ കാണുമ്പോൾ ശരിക്കും കേരളം പോലെ തന്നെയാണ് തോന്നുക. ഒരു വ്യത്യാസവും ഫീൽ ചെയ്യില്ല. കുറച്ചു ദൂരം നടന്നപ്പോൾ അകലെ നിന്ന് ട്രെയിനിൻ്റെ ശബ്ദം കേട്ടു. പിന്നെ നടത്തം ഓട്ടമായി. ഗൈഡ് മുന്നിലായി ഓട്ടത്തിലാണ്, ഞങ്ങൾ പുറകെയും. സിറ്റിയിൽ നിന്നുമൊക്കെ ഒരുപാട് ഉള്ളിലേക്ക് മാറിയുള്ള ഒരു വില്ലേജിലൂടെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റെപ്പുകളും ചെറിയ നടപ്പാതകളുമൊക്കെ ചാടി മറിഞ്ഞ് ഞങ്ങൾ ട്രെയിൻ പോകുന്നതിന് മുന്നേ ബ്രിഡ്ജിനടുത്തെത്തി. ടൂറിസ്റ്റുകളുമായി പോകുന്ന ഒരു ട്രെയിനാണ് ഇവിടെ നിൽക്കുന്നത്. എള്ള് ദാമോദര റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലായാണ് ഈ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ശ്രീലങ്കയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള 9 ആർച്ച് ബ്രിഡ്ജ്. ഈ 9 ആർച്ച് ബ്രിഡ്ജ് ബേസിക്കലി ഒരു റെയിൽവേ പാലമാണ്. ഇതിലൂടെ ട്രെയിൻ പാസ് ചെയ്യാറുണ്ട്. ഞങ്ങൾ ഓടിയാണ് ഇവിടെ എത്തിയത്. ഞങ്ങൾ വരുമ്പോഴത്തേക്കും ട്രെയിൻ സമയമായിരുന്നു. അതുകൊണ്ട് ഓടി വന്നതിൻ്റെ ചെറിയ കിതപ്പൊക്കെ ഉണ്ട്. പ്രധാനമായിട്ടും ഈ 9 ആർച്ച് ബ്രിഡ്ജ് ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. സ്ഥിരം യാത്രക്കാരേക്കാൾ കൂടുതൽ ടൂറിസ്റ്റുകളാണിപ്പം ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതും അതുപോലെ തന്നെ ഈ ബ്രിഡ്ജിൻ്റെ അടുത്ത് വന്ന് ട്രെയിൻ കാണാനായിട്ട് നിൽക്കുന്നത്. ഇവിടെ ഒരാൾ അഡ്വഞ്ചറസ് ഫോട്ടോഷൂട്ടിലാണ്. ചെറിയൊരു ഹൈറ്റിലൊന്നുമല്ല ഈ പാലം നിൽക്കുന്നത്. 80 അടി ഉയരത്തിലാണ്. ചെറിയൊരു റെയിൽവേ ട്രാക്ക് മാത്രമാണ് ഈ ബ്രിഡ്ജിലുള്ളത്.
നയൻ ആർച്ച് ബ്രിഡ്ജിൻ്റെ ഒരെൻഡ് ഒരു തുരങ്കമാണ്. പരിസരത്തൊക്കെ ഒരുപാട് ഹോം സ്റ്റേകളുമുണ്ട്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു നടക്കുമ്പോൾ ദേ വരുന്നു അടുത്ത ട്രെയിൻ. രണ്ടാമത്തെ ട്രെയിനിൻ്റെ ഓണടിയോട് കേൾക്കുന്നുണ്ട്. നമുക്ക് നോക്കാം വരുന്നുണ്ടോന്ന്. ആയിരത്തി 1919 ബ്രിട്ടീഷുകാരാണ് 25 അടി വീതിയും 300 അടി നീളവുമുള്ള ഈ റെയിൽവേ പാലം നിർമ്മിക്കുന്നത്. കല്ലുകളും സിമെൻറ്റുമൊക്കെ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ പാലത്തിന് 9 ആർച്ചുകളാണുള്ളത്. ഇവിടുത്തെ ഭൂപ്രകൃതിയും നിർമ്മാണത്തിനുള്ള സാധനങ്ങൾ എത്തിക്കാനുള്ള ബുദ്ധിമുട്ടുമൊക്കെ ബ്രിഡ്ജിൻ്റെ കൺസ്ട്രക്ഷൻ സമയത്ത് ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. എങ്കിലും നാട്ടുകാരായ തൊഴിലാളികളെ ഉപയോഗിച്ച് സ്ലോപ്പായതും വളവുള്ളതുമായ ഈ പ്രദേശത്ത് ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ പാലം പണി പൂർത്തിയാക്കി. ബ്രിഡ്ജിനടുത്ത് ഇതുപോലുള്ള കുഞ്ഞു കടകളുണ്ട്. അത്യാവശ്യം വേണ്ട വെള്ളമോ ചായയോ സ്നാക്കോ ഒക്കെ വേണമെങ്കിൽ ഇവിടെ കിട്ടും. ഒടുക്കത്തെ ഉറുമ്പാണല്ലോ ദൈവം. കരിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. കരിക്ക് പിസിക്ക് ഒരു കരിക്ക് മേടിച്ച് 3 പേര് കഴിക്കുക. ഈ കടയിൽ കയറിയാൽ നമ്മളൊരു 30 കൊല്ലം പുറകോട്ട് പോയതുപോലെയാണ് തോന്നുക. നമ്മുടെ നാട്ടിൽ ഏറെ വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കടയിൽ നിന്നിറങ്ങി അങ്ങനെ നിൽക്കുമ്പോഴാണ് വീണ്ടും ഒരു ട്രെയിനിൻ്റെ ശബ്ദം കേട്ടത്. ഒരു ട്രെയിനൂടെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ ഓണടി കേട്ടു. ഇപ്പോൾ വരുന്ന ട്രെയിന് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. കുറച്ച് മുമ്പ് പോയതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്നാണ് ഇത് വരുന്നത്. നയൻ ആർച്ച് ബ്രിഡ്ജിലൂടെ ട്രെയിൻ വരുന്നത് കാണാൻ ഓടിയിട്ട് തളർന്നിരിക്കുകയാണ് ഞങ്ങൾ 3 പേരും. നയൻ ആർച്ച് ബ്രിഡ്ജിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.